പണ്ട് 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 സൺഡേ ആയാലും കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഇട്ട് തേച്ചൊരു മൂവി ഉണ്ടായിരുന്നു. ഒരു 4 കുട്ടികൾ അവർ ട്രഷറിനെ തേടി പോകുന്നു. വഴിയിലൊരു പ്രേതം അല്ലെങ്കിൽ ഒരു സോൾ ഇവരെ സഹായിക്കാനെത്തുന്നു. ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു മൂവി. നമ്മളിത് കണ്ടതിന് കണക്കില്ലെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ ഇതിലെ ഡയലോഗ് മുഴുവനായിട്ട് പോലും നമുക്ക് ആ സമയത്ത് ഓർമ്മയുണ്ടായിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇപ്പോഴും ഓർക്കുന്നവരുണ്ടാവും. എന്നാൽ ഇത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളത് കാര്യമാക്കാണ്ട് ടി വിയിൽ എത്ര പ്രാവശ്യം ഇട്ടാലും ആദ്യമായിട്ടിരുന്ന് കാണുന്ന പോലെ തന്നെ ഇരുന്ന് കാണും. എത്ര പേർക്ക് ഈ സിനിമേൻ്റെ പേര് ഗൂഗിളിൽ നോക്കാതെ ഓർക്കാൻ പറ്റുന്നുണ്ട്? നമ്മൾ പണ്ടെപ്പോഴോ കണ്ടു മറന്ന ഒരു സിനിമയായിട്ടാണ് പലർക്കും ഇതിപ്പോൾ മൈൻഡിലുണ്ടാവുക. ബൂത്ത് ആൻഡ് ഫ്രണ്ട്സ്. ഇത് കിഡ്സിനെ ഫോക്കസ് ചെയ്തെടുത്ത ഒരു മൂവിയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴാരേലും ഇത് റീവാച്ച് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് റീവാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ക്രിഞ്ചായിട്ടാണ് ഇപ്പോഴുള്ള നമ്മൾക്ക് നമ്മുടെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ളൊരു മൈൻഡിന് ഫീൽ ആവുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇത് കിഡ്സിന് വേണ്ടിയിട്ട് എടുത്തൊരു മൂവിയാണ്. അതേപോലെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോഴുള്ള കുട്ടികളെല്ലാം കംപ്ലീറ്റ്ലി ആ ടേസ്റ്റും കാര്യങ്ങളും തന്നെ മാറി. നമ്മൾ ചെറുപ്പത്തിലുണ്ടായപ്പം കണ്ട ഷോസ് പോലെയല്ല ഇപ്പോഴുള്ള കറണ്ട് ജനിലുള്ള കിഡ്സും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത്. കൂടുതൽ ഈ റീൽസും ഷോർട്സ് തന്നെ കാണുന്നത്. പിന്നെ എന്താ പറയുക, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് എന്താ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ആ രീതിയിലേ ഉണ്ടാവും. ഫുഡ് കഴിക്കുന്ന സമയത്ത് റീൽസ് എടുത്ത് കൊടുക്കുക, ഷോർട്സ് എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാകുമ്പം പിന്നെ എന്താണ്, അവരും അതുതന്നെ കണ്ടു വളരും. അവരുടെ മൈൻഡും ആ രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഒരു മൈൻഡും അവരുടെ മൈൻഡും കമ്പയർ ചെയ്ത് നോക്കുമ്പം അവർക്ക് കുറേ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ചെറുപ്പം മുതൽ കണ്ടുവരുന്ന യൂസ് ചെയ്യുന്ന മീഡിയം ആ രീതിയിലായതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുണ്ടാവും. സോ ഇത് സ്കൂബിഡു സ്റ്റൈലിലൊക്കെ ട്രൈ ചെയ്തൊരു മൂവിയാണ്. പക്ഷേ ഇവർക്കധികം ബഡ്ജറ്റ് കിട്ടിയിട്ടില്ല എന്നത് ഇതിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലാകും. പണ്ട് നമുക്കിത് കാണുമ്പം വലിയ സംഭവമായിട്ടുണ്ടാവും. ഇതിൽ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. എന്താണ്, ഒരു ഡോറുണ്ടാവും ആ ഗുഹ പോലത്തെ ഒരു സ്ഥലത്ത്. ആ ഡോറിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ജസ്റ്റ് ക്രോസ് ചെയ്ത് വരുവേ വേണ്ടു. അപ്പം ആ 3 കുട്ടികളിങ്ങനെ ക്രോസ് ചെയ്ത് വരും ഇപ്പുറത്തേക്ക്. അപ്പം 4ാമത് മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം എപ്പോഴും മെയിൻ പ്രൊട്ടാഗണിസ്റ്റാണല്ലോ ലാസ്റ്റ് വരുക. അപ്പോൾ ആ രീതിയിൽ ഇവനിങ്ങനെ അപ്പുറത്ത് ഉരുണ്ടിപ്പുറത്ത് വരുന്നത്, അതോ ഒരു അരമണിക്കൂർ അപ്പുറത്ത് ഓരോ ഡിഫറെൻറ്റ് ആംഗിളിലുള്ള ഷോട്ട് എടുത്ത് ഇങ്ങനെ കാണിച്ച് ഭയങ്കര ഡ്രാമാറ്റിക്കായിട്ട് ലെങ്ത്തിലെടുത്തിട്ടുണ്ടാവും ആ ഷോട്ടൊക്കെ. പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ടെൻസ്ഡായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മളങ്ങനെ അടിച്ച് സ്കിപ്പ് ചെയ്ത് കളയും ആ സീനിലും വന്നാൽ. സോ നമ്മൾ പണ്ട് കാണുമ്പോൾ നമുക്ക് ഓക്കെ ആയിരുന്നു. പെർഫെക്റ്റായിട്ട് കുട്ടികൾക്ക് ഉള്ളൊരു മൂവി എന്നുള്ള രീതിയിലായിരുന്നു ഇത് ഉണ്ടായത്. അതിന് ഒരു എന്താ പറയുക, അതിനൊരു ഹിൻ്റാണ്, അതിനൊരു പോയിൻ്റാണ് നമ്മൾ അത്രയും പ്രാവശ്യം ഇത് റീവാച്ച് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ചാനൽ മാറ്റിയിട്ട് പോകാം. മറ്റേ ഗലിഗലി സിംസിമെല്ലാം ഇടുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് പോകുന്ന പോലെ ഇത് നമുക്ക് ചാനൽ മാറ്റിയിട്ട് പോകാമെന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളിത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു സൺഡേ സാറ്റർഡേ വീട്ടിലുണ്ടാകുമ്പം ഇത് നമ്മൾ ഇരുന്ന് കാണും. കഴിഞ്ഞ ആഴ്ച ഇട്ടാണോ കാര്യമാക്കില്ല, ഈ ആഴ്ച ഇരുന്ന് കാണും, അടുത്ത ആഴ്ച ഇട്ടാൽ പിന്നെ ഇരുന്ന് കാണും. ഈ കൊച്ചു ടി വിയിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് ഒരു കാലത്ത് സ്പൈഡർമാൻ എല്ലാ വീക്കെൻഡും റിപ്പീറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്പൈഡർമാൻ 1 ഉം 2 ഉം പിന്നെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മളത് ഇരുന്ന് കാണുമായിരുന്നു. അതേപോലെ തന്നെ അതിനെക്കാട്ടിയും റിപ്പീറ്റ് വാല്യൂ നമ്മൾക്ക് ചെറുപ്പത്തിൽ ഈ ഒരു മൂവിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇത് കുറേ കാലം ഇട്ടിട്ടുണ്ട്. ആ കുട്ടികൾ വളർന്നിപ്പം വലുതായിട്ടുണ്ടാവും. എന്തായാലും എന്നെക്കാട്ടിയും പ്രായമുള്ള കുട്ടികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് കാണിച്ചിട്ടുണ്ടായത്. സോ അവരിപ്പം വലുതായി ജോബിനും പോയി ലൈഫ് തന്നെ ഫുള്ള് മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഓർക്കുമ്പം ഈ ഒരു ചെറുപ്പത്തിലൊരു ഇതേ തോന്നും. കാരണം നമ്മൾ അത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഈ മൂവി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലെല്ലാം കുറേ കിഡ്സിന് ഫോക്കസ് ചെയ്ത് മൂവീസ് കുറേ വന്നിട്ടുണ്ട്. ഈ ഫാൻറ്റസി ടൈപ്പ്, ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ സ്കൂബിഡു ഒക്കെ പോലെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഫിക്ഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് ട്രൈ ചെയ്ത് ഈ ഒരു മൂവി ബൂത്ത് ആൻഡ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവും. ഇനി സീക്വലോ പ്രീക്വലോ വന്നിട്ടുണ്ട്, ബൂത്ത് 2 അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊന്നും കൂടെ വന്നായിരുന്നു. പിന്നെ ഇതേപോലെ കുറച്ച് കിഡ് റിലേറ്റഡ് മൂവീസ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബൂത്ത് ആൻഡ് ഫ്രണ്ട്സാണ് കൂടുതൽ പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. കാർട്ടൂൺ നെറ്റ്വർക്ക് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ചിലപ്പം അതിനനുസരിച്ച് TRP കിട്ടുന്നുണ്ട്, കുട്ടികളിരുന്ന് കാണുന്നുണ്ടാണോ എന്നറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടൊരു കിഡ്സിനെ ഫോക്കസ് ചെയ്ത് റിലീസ് ചെയ്ത മൂവി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഈ സ്മേർഫ്സും കാര്യങ്ങളും, സ്മേർഫ്സ് പിന്നെ സ്റ്റുവർട്ട് ലിറ്റിൽ അങ്ങനത്തെയൊക്കെ പുറത്തുനിന്ന് വരുമ്പം നമുക്ക് അത്രയും ഇപ്പോൾ സ്മേർഫ്സ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി 3D ആനിമേറ്റഡ് മൂവിയാണ്. അതേപോലെ സ്റ്റുവർട്ട് ലിറ്റിൽ നോക്കുമ്പം ഒരു കംപ്ലീറ്റ്ലി ആ സ്റ്റുവർട്ടിൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി CG ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. ആ 3D എന്താ പറയുക, കമ്പോസ്റ്റ് ചെയ്ത് റിയൽ ഫുട്ടേജിൻ്റെ കൂടെ കമ്പോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട് അത് എന്തായാലും ബഡ്ജറ്റ് നല്ലോണം വലിയും. സോ ഇല്ല ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മളെ കൺട്രിയിലെ കിഡ്സിനെ കൊടുക്കാൻ പറ്റിയൊരു മൂവി എന്ന രീതിയിൽ ഇത് നല്ല വൃത്തിക്കാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോൾ കുട്ടികളല്ല. പക്ഷേ ആ സമയത്ത് നമ്മളിത് ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന കണ്ടൊരു മൂവി തന്നെയാണ്. സോ ഈ മൂവി എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോ ഈ മൂവി റിലേറ്റഡ് നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ കമൻസിൽ മെൻഷൻ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കസിൻസിൻ്റെ കൂടെ ഒക്കെ ഈ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ആ മെമ്മറീസൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യൂ. സോ ഇതേപോലെ വേറെ എന്തെങ്കിലും ഇപ്പം ഞാൻ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ അധികം നമ്മൾ സംസാരിക്കാത്ത ടൈപ്പ് TV ഷോസും
കാർട്ടൂൺസ് എല്ലാം ഉണ്ടായിരുന്നവരെ. ഇപ്പം ബെൻടെൻ, ടോം ആൻഡ് ജെറി, ചോട്ടാ ഭീം അല്ലാണ്ട് നമുക്ക് കുറേ മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, ടി വി ഷോസ് ഉണ്ടാവുമല്ലോ. നമ്മൾ പണ്ട് കുറേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ പിന്നീട് ഇപ്പോൾ കറൻ്റ്ലി ഇല്ല ലൈഫിൽ നമ്മളധികം സംസാരിക്കാൻ മറന്നുപോയ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പിന്നെയും ഡിഗ് ചെയ്തെടുക്കാമെന്നതിൻ്റെ ഒരു പ്ലാനിലുള്ളത്. സോ ഇതേപോലെ വേറെ നിങ്ങൾക്ക് ഓർമ്മയില്ല ടി വി ഷോസോ ഇല്ലെങ്കിൽ കാർട്ടൂൺ ആനിമേറ്റഡ് ഷോസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഞാൻ അത് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.